വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീ അമിത രക്തസ്രാവത്തെ തുടർന്ന് മരണപ്പെട്ട ഒരു സംഭവത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സംഭവത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവിനെതിരെയും പ്രസവത്തിന് സഹായിച്ച ഒരു സ്ത്രീക്കെതിരെയും കേസെടുത്തു. ആ വാർത്തയുടെ കമന്റ് ബോക്സിൽ കണ്ട ചില കമന്റുകളാണ് ഇനി മുതൽ ഒരാൾ ആശുപത്രിയിൽ മരിച്ചാൽ ആശുപത്രി അധികൃതർക്കെതിരെയും കേസ് എടുക്കണമെന്ന്. ആശുപത്രി അധികൃതർ എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷേ ആശുപത്രിയിൽ മരിക്കുന്ന എല്ലാവരും ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നവരല്ല. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കും, അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ആ സ്ത്രീ പെട്ടെന്ന് വീട്ടിൽ പ്രസവിക്കുകയായിരുന്നില്ല. ആ സ്ത്രീയും ഭർത്താവും മനഃപൂർവ്വം വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. വീട്ടിൽ പ്രസവിക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല, പക്ഷെ ഓക്കെ, അങ്ങനെ സംഭവിച്ചു. സ്ത്രീകൾ വീട്ടിലും വാഹനത്തിലും ആകാശത്തിൽ വെച്ച് വിമാനത്തിലും വരെ പ്രസവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പ്രസവശേഷം രക്തസ്രാവം ഉണ്ടായാണ് ആ സ്ത്രീ മരണപ്പെട്ടത്. പ്രസവിച്ച ഉടനെ അല്ല മരണപ്പെട്ടത്, പ്രസവിച്ച് കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ്. അത്രയും നേരം രക്തസ്രാവം ഉണ്ടായപ്പോൾ ആ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. ഒരുപക്ഷെ രക്തസ്രാവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ സ്ത്രീയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ത്രീ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അയാൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പ്രസവശേഷം അമിത രക്തസ്രാവം ഉണ്ടായാൽ മരണപ്പെടും എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ആ സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല എന്ന് വെച്ചാൽ അത് കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ്. ആശുപത്രിയിൽ പല ആളുകളും മരിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പരമാവധി ശ്രമിച്ചിട്ടും ജീവൻ നഷ്ടമാകുന്നതാണ്. ഇതൊരു ശ്രമവും ഉണ്ടായില്ല. ചികിത്സാപിഴവ് മൂലമുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ ഒരു ആശുപത്രിയിൽ ഒരാൾ മരിക്കുന്നതും ഈ സംഭവത്തെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.